ഈ ആദ്യ ടീമിനെ കരിങ്കുരിപ്പുകൾ എന്നല്ല എന്താ പാതാറുണ്ട് ഒരു പാതാർ കൂതറ ഫൈസി ആ ചങ്ങായി പ്രസംഗിക്ക എമ്പാടും കുശുമ്പും കുന്നായ്മയും അനാനിയത്തൊക്കെ ഉള്ള നല്ല പാണ്ഡിത്യം പ്രാഗൽഭ്യം ഒക്കെ ഉള്ള ഒരു മനുഷ്യനാ ആതിരശ്ശേരി ഹംസക്കുട്ടി വലിയാർ പറഞ്ഞ ആള് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറി. അയാൾക്ക് ഇതിൽ ഒപ്പിടാൻ ഒരു പൂതി. കുഞ്ഞാപ്പാണ് വലിയ ഇപ്പൊ ഈ കുന്നുംകുളം ഈ 100-ാം വാർഷികത്തിൽ മഹത്തായ 100-ാം വാർഷികത്തിൽ അത്തയ്യാത്തിൽ കീവായി പോയി പറഞ്ഞ മാതിരി ആ ചങ്ങായി എന്തൊരു ഈ പാതാർ കൂതറ എന്നാണോ അറിയാം. അത് വക്രീകരിക്ക ഈ മരമാക്രി ഈ ആദ്യം കുരിപ്പടങ്ങിയ കോലങ്ങളാ ഈ ഷജറാറിന് പേർന്നോല് പെറിയോളി. ഞാൻ നേരത്തെ പറഞ്ഞ കുരിപ്പുകളെ പിൻഗാമി അതിന്റെ ബാക്കി കരപ്പായത്തിന്റെ ബാക്കി ആ മൊക്കനാറിന മാതിരി ഈ മരമാക്രി ഫൈസി ഈ മരമാക്രി ഫൈസി മാനന്തവാടിക്ക് ഓന്റെ ഞാൻ ഇറക്കിയതിന് കുറ്റമല്ല. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞോളി. ഒരു കുന്നുംകുളം മൗലവി പിന്നെ സമസ്ഥാലയത്തിലോ മറ്റോ മോയിൻകുട്ടിയൊക്കെ ഉണ്ട് കുത്തിരിക്കണേ ഒരു LCD ഇട്ടിട്ട്. പ്രിയമുള്ളവരെ നോക്കൂ, ആദർശപരമായി ആശയപരമായി ചില വിഷയങ്ങൾ പ്രതികരിച്ചതിന് പണ്ഡിതന്മാരെ തെറി പറയുന്ന ചില ആളുകളുടെ അവസ്ഥയാണ് നിങ്ങൾ കേട്ടത്. കൃത്യമായി ഡാറ്റകൾ സഹിതം ലൊക്കേഷൻ സഹിതം തെളിവുകൾ സഹിതം മറുപടി കൊടുത്തപ്പോൾ അതിന് വന്ന മറുപടിയിൽ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞ തെറികളും അസഭ്യങ്ങളുമാണ് നിങ്ങൾ കേട്ടത്. ഈ അസഭ്യങ്ങൾ കൊണ്ട് ആത്മനിർവൃതി അടയുക എന്നതല്ലാതെ കൃത്യമായി ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ട് മറുപടി പറയാൻ ഇവർക്കൊന്നും ത്രാണിയില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി ബോധ്യമാണ്. ഹക്കീം ഫൈസി എന്ന് പറയുന്ന വ്യക്തിയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പണ്ഡിതന്മാർ മുഷാവറ തീരുമാനിച്ച കാര്യമാണ്. ആ തീരുമാനിച്ച കാര്യത്തെയാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞതാണ്. അതായത് എത്ര വട്ടം ഹക്കീം ഫൈസിയെ കേട്ടു, ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് കേട്ടു, അതിൻ്റെ ലൊക്കേഷൻ സഹിതം അതിൽ പങ്കെടുത്ത ആളുകളുടെ വിവരങ്ങൾ സഹിതമാണ് നമ്മൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. അതൊന്നും നിങ്ങൾ കേട്ട് നോക്ക്. മുസ്ലിം ലീഗിൻ്റെ നേതാവായി അറിയപ്പെടുന്ന MC മായിൻ ഹാജി, അതുപോലെ തന്നെ മന്നാർ ഇസ്മായിൽ കുഞ്ഞുഹാജി എന്നിവർക്ക് മുൻകൈയെടുത്തിട്ട് ഒരു ചർച്ച നടത്തി. ജിഫ്രി തങ്ങളുടെയും MT ഉസ്താദിൻ്റെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും സമ്മതത്തോടെയായിരുന്നു കോഴിക്കോട് ഹോട്ടൽ വൈറ്റ് ലൈനിൽ, കൃത്യമായിട്ട് ലൊക്കേഷൻ അടക്കം പറയുന്നുണ്ട്, പങ്കെടുത്ത ആളുകളെ കൂടി പറയാം. അതിൽ ഹക്കീം ഫൈസി ആദർശേരി, അലി ഫൈസി തൂത, അഹമ്മദ് വാഫി കക്കാട് എന്നിവരുമായി മണിക്കൂറുകളാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് നീണ്ട ചർച്ച നടത്തിയത്. സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്മായിൽ കുഞ്ഞു ഹാജി, MC മായിൻ ഹാജി എന്നിവർ മുണ്ടക്കുളം ശംസുൽ ഉലമ കോളേജിൽ വെച്ച് ഹക്കീം ഫൈസ് ഉൾപ്പെടെ 3 CIC പ്രതിനിധികളുമായി ദീർഘമായി ചർച്ച നടത്തി. രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. എവിടെയാണ് ലൊക്കേഷൻ? ശംസുൽ ഉലമ കോളേജ് മുണ്ടക്കുളം. ഇനി നോക്കൂ നിങ്ങൾ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അബ്ദുസമദ് പൂക്കോട്ടൂർ എന്നിവർ മുൻകൈയെടുത്ത് MT അബ്ദുള്ള മുസ്ലിയാരുമായും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുമായും പലവട്ടം സംസാരിച്ച് രൂപം കാണുകയും സ്വാദിഖ് അലി തങ്ങൾ ഹക്കീം ഫൈസിയുമായി സംസാരിച്ച് ഏകദേശം ധാരണ ഉണ്ടാക്കുകയും അക്കാര്യം തങ്ങൾ നേരിട്ട് വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ച് നേതാക്കളുടെ അംഗീകാരം വാങ്ങുകയും ചെയ്ത ഫോർമുല അംഗീകരിക്കാൻ വേണ്ടി അവസാന സിറ്റിംഗ് പാണക്കാട്ടേക്ക് തങ്ങൾ എല്ലാവരെയും വിളിച്ചു ചേർത്തു. ഇത്രയും ചെയ്തു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് ഈ സിറ്റിങ്ങിലേക്ക് MC മായിൻ ഹാജി, ഇസ്മായിൽ കുഞ്ഞു ഹാജി എന്നിവരെയും തങ്ങൾ വിളിച്ചിരുന്നു. അവസാന നിമിഷം സിറ്റിങ്ങിൻ്റെ തലേ ദിവസം ഹക്കീം ഫൈസി ഒഴിഞ്ഞു മാറി. ഇത്രയും കൃത്യമായിട്ട് ആ സംഭവിച്ച സ്ഥലം ലൊക്കേഷൻ സഹിതം അതിൽ പങ്കെടുത്ത നിഷേധിക്കാനാവാത്ത ആളുകളുടെ പേരുകൾ സഹിതം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇയാൾക്കത് സമ്മതിക്കേണ്ടി വരികയാണ്. ഇയാളത് സമ്മതിക്കുകയാണ്. അങ്ങനെ പല ചർച്ചകളും ഹക്കീം ഫൈസിയുമായിട്ട് നടന്നിട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. എന്നിട്ട് അയാൾ സമ്മതിക്കുന്നത് കേട്ട് നോക്ക്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, CIC വിഷയത്തിൽ പല ചർച്ച നടന്നിട്ടുണ്ട്. ആർക്കറിയാത്ത? പിന്നെ ഇയാൾ പറയുന്ന ചില പ്രത്യേക വിഷയങ്ങൾ കേട്ടിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടനക്കോ അതിൻ്റെ നയനിലപാടുകൾക്കോ എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്.
കൃത്യമായി ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ട് തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. നമുക്കറിയാം, മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് KS ഹംസ എന്ന് പറയുന്ന ഒരാളെ പുറത്താക്കി. പുറത്താക്കിയപ്പോൾ ഉന്നയിക്കപ്പെട്ട ആ പാർട്ടിയിലെ തന്നെ ചില ആളുകൾ ഉന്നയിച്ച ചില ആരോപണങ്ങളായിരുന്നു ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് KS ഹംസയെ പുറത്താക്കിയത് എന്ന്. അതിന് മുസ്ലിം ലീഗ് മറുപടി പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുപോലെ ചട്ടങ്ങൾക്കോ ഭരണഘടനക്കോ വിരുദ്ധമായിട്ട് ആണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ഒരു വ്യക്തിയെ പുറത്താക്കിയത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ഇനിയും അവസരമുണ്ട്. അങ്ങനെ ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ തെറി പറഞ്ഞതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല. മറിച്ച് നിങ്ങളെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ആത്മസംതൃപ്തി അടയാനും മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തെ അടിയുറച്ച് അതിൻ്റെ പ്രവർത്തകർ അംഗീകരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രവർത്തകരല്ലാത്ത ചില പേടുകൾ അതിനെ തള്ളിപ്പറയുകയും അതിനെ അംഗീകരിക്കാതിരിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ അവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത്തരം ആളുകളെയാണ് നമ്മൾ വഹാബികളുടെ ഏജൻറ്റുകളായ സുഹാബികൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് ആ പ്രസ്ഥാനങ്ങളുമായിട്ടാണ്, ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് ഏറ്റവും ബന്ധം. അതുതന്നെയാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ ഏതൊരു സഹോദരൻ്റെ വെളിപ്പെടുത്തലിലും നമുക്ക് വ്യക്തമായത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കുന്നതെങ്കിൽ സമസ്തയെ നിങ്ങൾ വിട്ടേക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ കൃത്യമായ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ നയ നിലപാടുകളനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ സമസ്തയുടെ പണ്ഡിതന്മാർ എന്താണ് തീരുമാനിക്കുന്നത് അത് അതിൻ്റെ അണികൾ ഏറ്റെടുക്കുകയും അത് നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇത് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെടുത്ത തീരുമാനമല്ല ഇത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ എടുത്ത തീരുമാനമാണ്. ആ മുഷാവറയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെയാണ് ഇയാൾ കുന്നംകുളമെന്നും അതുപോലെ തന്നെ മറ്റുള്ള പേരുകളിലൊക്കെ വളരെ വൃത്തികെട്ട പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ വിമർശിക്കുന്നത്. നോക്ക് നിങ്ങൾ, എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന്. അപ്പം മറുപടി പറയാനില്ലെങ്കിൽ അതിൻ്റെ കലിപ്പ്, അതിൻ്റെ ഒരു ദേഷ്യം അത് വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും നാട്ടുകാർ കാണാത്തടത്തോ ചെന്നുകൊണ്ട് തീർക്കുക എന്നല്ലാതെ പൊതു സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയ പാപ്പരത്വം എത്രത്തോളം വലുതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതല്ലാതെ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. മാത്രമല്ല, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി, ആ പാർട്ടിയിലെ നല്ലവരായ പ്രവർത്തകർക്ക് പോലും നിങ്ങളൊരു ചീത്തപ്പേരായി മാറും. നിങ്ങളുടെ വാർഡിലെ ആ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ കൊടുത്ത പണി പോലെ മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും ഇതുപോലെ വോയിസുകളൊക്കെ ഇട്ടിട്ട് സമസ്തക്കെതിരെയും മറ്റുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെയൊക്കെ വോയിസുകൾ ഇട്ടിട്ട് അവർക്ക് കൂടി നിങ്ങൾ പണി വാങ്ങിക്കൊടുക്കരുത് എന്നാണ് വിനീതമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ ആദർശേരിയാക്കിയും പൈസൻ്റെ വൈത്താലൊന്നും വല്ലാതെ കൂടണ്ട. അതിനെ ഉപയോഗിച്ചിട്ട് സമസ്തനെ അടിക്കാനൊരു ടൂളായിട്ടാണ് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിനൊക്കെ എപ്പോഴും ഒഴിവാക്കിയ ഒരു കേസാണ്. അതിനടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രം വലിയ സംഭവമൊന്നുമല്ല അത്. പക്ഷേ അതിനൊരു ടൂളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അയാളെ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ സമൂഹ മധ്യത്തിൽ വഷളാക്കുകയാണ്. എത്രയോ മുമ്പ് നടപടി സ്വീകരിക്കപ്പെടേണ്ട ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ കൂടിയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല നിലയിൽ ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. പക്ഷേ ഇതുപോലത്തെ തെറികളാകുമ്പോൾ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ മനസ്സിലാക്കുകയല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാനില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.